ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയും മനോഹരനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ ദേവികയോട് പറയണ അച്ഛൻ വല്ലാത്ത ടെൻഷനിലാണ്. എന്താണ് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നിട്ടുണ്ട്, പലിശ അടക്കാത്തത് കൊണ്ട് കുടിശ്ശിക ആയിട്ടുണ്ട്, ഇനിയും അടക്കാതിരുന്നാൽ ജപ്തിയാവും ഉണ്ടാവുക. അത് കേട്ടപ്പോൾ ദേവിക പറയണേ, ഇതെന്താ അച്ഛൻ എന്നോട് നേരത്തെ പറയാതിരുന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും അടക്കാമായിരുന്നല്ലോ. എങ്ങനെ അടക്കാനാ? മോളുടെ അവസ്ഥ എനിക്കറിയാലോ. മോൾക്ക് ആ ജോലി കിട്ടുകയായിരുന്നെങ്കിൽ ആ കാരണം പറഞ്ഞെങ്കിലും കുറച്ച് കാലാവധി നീട്ടി വാങ്ങിക്കാമായിരുന്നു. അച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് കുടിശ്ശികയൊക്കെ തീർക്കാം. അച്ഛൻ എനിക്ക് കല്യാണത്തിന് വാങ്ങിച്ചു തന്ന സ്വർണം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് പണയം വെക്കാം. എങ്കിൽ നമുക്ക് സ്വർണം വിൽക്കാം. ഈ വീട് ഒരിക്കലും ജപ്തിയായി പോവരുത്. ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളച്ച? ഞാൻ മോളോട് പറഞ്ഞിരുന്നതല്ലേ ഈ വീട് മോളുടെ പേരിലേക്ക് എഴുതി തരാം എന്നുള്ളത്. അത് നടക്കാതെ പോയത് ആധാരം ബാങ്കിലായതുകൊണ്ടാണ്. കടം മുഴുവനും തീർത്ത് ആധാരം തിരിച്ചെടുത്താൽ പിന്നെ ഞാൻ ഈ വീടും സ്ഥലവും മോളുടെ പേരിലേക്ക് എഴുതും. അതൊന്നും വേണ്ട അച്ഛാ, ഇപ്പൊ അതല്ലല്ലോ ഇവിടത്തെ പ്രശ്നം. നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ പോയി സ്വർണം പണയം വെച്ച ശേഷം ആധാരം തിരിച്ചെടുക്കാനുള്ള വഴി നോക്കാം. അതാണിപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മനോഹരൻ പറയണ, മോളെ നിന്റെ ഈ സ്വർണം ഞാൻ തന്നെ തിരിച്ചെടുത്ത് തരും എന്ന് പറയുമ്പോൾ ഇത് കടമായിട്ട് നീ കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണ, അച്ഛൻ എന്താ അങ്ങനെ പറയുന്നത്? ഇത് എൻ്റെ കടമയാണ്, എനിക്ക് അച്ഛൻ സ്വർണം തിരിച്ചു തരുമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ദേവിക അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് വിശാലിന്റെ അടുത്തേക്ക് ശ്രുതിമോളെയും കൂട്ടി നിരഞ്ജൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. വിശാല് നിരഞ്ജനോട് ഒരുപാട് നന്ദി പറയാണ്. നിങ്ങൾ ഇവിടേക്ക് വരുന്നത് ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയണം, ആരെങ്കിലും കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയല്ല, അങ്കിൾ അറിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും. അങ്കിളിനാണ് ഇപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യവും ശത്രുതയും ഉള്ളത്. അത് അങ്കിളിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്തായാലും മരിക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് എല്ലാവരെയും കണ്ട് ഒന്നുകൂടി അവരോടൊക്കെ മാപ്പ് ചോദിക്കണം എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണം, വിശാൽ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നിനക്ക് ഇനിയും ആയുസ്സുണ്ടാവും, ഇനിയും നീ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്? ഈ ഡോക്ടർ നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ മരണം എൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ ആശ്വസിപ്പിക്കുന്നത് എനിക്കറിയാം. ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ടാണ്. എനിക്ക് വിഷമമുള്ളത് എൻ്റെ അമ്മയെ ഓർത്തിട്ടാണ്. ഈ വയസ്സാം കാലത്ത് എൻ്റെ അമ്മയ്ക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോഴൊക്കെ നിരഞ്ജൻ വിശാലിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ എനിക്ക് ശ്രുതിമോളെ കണ്ടു വേണം മരിക്കാൻ എന്നൊക്കെ വിശാൽ പറയുമ്പോൾ നിരഞ്ജന് നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ശ്രുതിമോളെ വിശാലിൻ്റെ അടുത്ത് ആക്കിയ ശേഷമാണ് നിരഞ്ജൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ശരത്ത് റൂബിയെ വിളിക്കുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് വരണം, എന്നിട്ട് അവിടെ വെച്ച് പണം കൈമാറാം എന്ന് പറയുമ്പോൾ അതെന്തിനാണ്, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, എനിക്കും മേഡത്തിനുമൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ ഞാൻ ഈ കൈക്കൂലി തരുന്നത് കൊണ്ട് മേഡത്തിന് തന്നെയാണ് അതിൻ്റെ ദോഷമുണ്ടാകുന്നത്. ഇതാണ് കൈക്കൂലി അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതല്ല മേഡം, ഇത് കൈക്കൂലി തന്നെയാണ്. കാരണം ഞാൻ നടേശൻ സാറിനെ കൊന്നതിനുള്ള തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ മേഡത്തിന് ഞാനിപ്പോൾ ഈ 10 ലക്ഷം രൂപ തരുന്നത്. അതുകൊണ്ട് മേഡം ആ ഭാഗത്തേക്ക് വന്നാൽ മതി. അവിടെയാകുമ്പോൾ ക്യാമറയും മറ്റൊന്നും ഉണ്ടാവില്ല. അതെന്താടാ, നീ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? അയ്യോ മേഡം, അങ്ങനെയാണെങ്കിൽ എനിക്കിത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. അല്ല, നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, നീ ഒരു ചതിയനാണ്. പാല് തരുന്ന കൈക്ക് കുത്തും, പാല് തരാത്ത കൈക്കും കുത്തും, അങ്ങനെയുള്ളവനാണ് നീ എന്ന് പറയുമ്പോൾ മേഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊന്നുമില്ല മേഡം, എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വാ എന്ന് പറഞ്ഞ് റൂബിയോട് ശരത്ത് അവിടേക്ക് വരാൻ വേണ്ടി പറയാണ്. ഈ സമയം ദേവികയും മനോഹരനും കൂടി ബാങ്കിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവിടെ വെച്ച് സിദ്ധുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ സിദ്ധുവിനോട് കാര്യം പറയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, ഞാൻ കൂടി വരാം ബാങ്കിലേക്ക്, എന്നാൽ പിന്നെ അവിടെ മറ്റെന്തെങ്കിലും സ്കീമുകൾ ഉണ്ടെങ്കിൽ പരിചയമുള്ളവരാകുമ്പോൾ നമുക്ക് ആനുകൂല്യവും കിട്ടും എന്ന് പറഞ്ഞ് സിദ്ധു ദേവികയുടെയും മനോഹരൻ്റെയും കൂടെ ചെല്ലണം. എന്നിട്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥനുമായി സിദ്ധു സംസാരിക്കുകയാണ്. എൻ്റെ പരിചയമുള്ളവർക്ക് കുറച്ച് ഗോൾഡ് പണയം വെക്കാനുണ്ട്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത്, അല്ല സിദ്ധുവിന് പരിചയമുള്ളവരൊക്കെ ഗോൾഡ് പണയം വെക്കാനാണല്ലോ വരുന്നത് എന്ന് പറയുമ്പോൾ സിദ്ധു തന്നെ അങ്ങ് സംശയിക്കാൻ. അതാരാണെന്ന് ചോദിക്കുമ്പോൾ അല്ല സിദ്ധുവിൻ്റെ ഭാര്യയും ഇതുപോലെ വന്നിരുന്നു പണയം വെക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഭാര്യയൊന്നും ഇവിടേക്ക് വരില്ല, അവർ വന്നിരുന്നു, ചന്ദ്രലേഖയും റൂബിയും കൂടിയാണ് ഇവിടേക്ക് വന്നത്. ചന്ദ്രയുടെ പേരിൽ തന്നെയാണ് ലോൺ എടുത്തിട്ടുള്ളത്. ചന്ദ്രയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ റൂബിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, പക്ഷേ ചന്ദ്രയുടെ പേരിലാണ് ലോൺ എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എങ്കിൽ ആ സ്വർണം ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പണയം വെച്ചതൊന്നും കാണിക്കാൻ പാടില്ല, പക്ഷേ സിദ്ധു പരിചയമുള്ളതായതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് ആ സ്വർണം കാണിച്ച ഉടനെ തന്നെ സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവാണ്. പ്രേമേച്ചി പറഞ്ഞത് എത്ര ശരിയാണ്, പ്രേമേച്ചി പറഞ്ഞതാണ് ചന്ദ്ര തന്നെയാണ് എൻ്റെ സ്വർണം എടുത്തത് എന്ന്. അപ്പോൾ പ്രേമേച്ചിയുടെ ഊഹം തെറ്റിയില്ല എന്ന് സിദ്ധു ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ ചോദിക്കാൻ, അല്ല എന്തു പറ്റി സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങളുടെ സ്വർണം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പെട്ടെന്ന്, അത് ഞങ്ങളുടെ സ്വർണം വെച്ചാൽ ചന്ദ്രയുടെ സ്വർണ്ണമല്ല, ഇത് എൻ്റെ ചേച്ചിയുടെ സ്വർണ്ണമാണ്. അങ്ങനെ സിദ്ധു നേരെ ചന്ദ്രയുടെ ഫോണിലേക്ക്
വിളിക്കുകയാണ്. എന്നിട്ട് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നീ ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂബിയെയും കൂട്ടി വരണം എന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് നല്ല സന്തോഷമാവാണ്. സ്നേഹത്തോടു കൂടിയാണല്ലോ സിദ്ധു സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലോട്ട് അങ്ങനെ റൂബിയെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ റൂബി പറയാണ്, എന്നെ എന്തിനാണ് വിളിക്കുന്നത്? നീയും സിദ്ധുവും തമ്മിലല്ലേ കല്യാണം കഴിഞ്ഞിട്ട് പിണക്കമൊക്കെ ഉണ്ടായിരുന്നത്, എന്നെ എന്തിനാണ് സിദ്ധു വരാൻ വേണ്ടി പറഞ്ഞത്? ഇതിലെന്തോ ഒന്ന് ഉടായിപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നുമല്ല, നീയും ഞാനും കൂട്ടുകാരികളല്ലേ, നിന്നോടും ആ ദേഷ്യം സിദ്ധു കാണിച്ചിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും നീ വാ, എന്നോട് കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്, നീ കൂടി വാ എന്ന് പറയണം. അങ്ങനെ റൂബിയും ചന്ദ്രയും കൂടി സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴത്തേക്കും സിദ്ധു ദേവികയുടെ പണയം വെക്കുന്നതിനെ കുറിച്ചൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ദേവികയും മനോഹരനും കൂടി പോവാൻ ഒരുങ്ങുമ്പോൾ സിദ്ധു പറയണേ, നിങ്ങൾ പോവാൻ വരട്ടെ, ഇവിടെ പ്രേമേച്ചിയുടെ മാല കണ്ടില്ലേ നിങ്ങൾ, അതെങ്ങനെ ഇവിടെ വന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയെന്നുള്ളത് അവർ ചോദിക്കുമ്പോൾ അവളത് മോഷ്ടിച്ചതാണ്, പ്രേമേച്ചി ഒരുപാട് തവണ അവളോട് ചോദിച്ചതാണ്, അപ്പോഴൊക്കെ അവൾ പറഞ്ഞത് ഇല്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ അവളുടെ സ്വഭാവം, ഇങ്ങനെയുള്ളവളുമായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ്, ഇതുകൊണ്ടാണ് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദേവിക പറയണേ, ഇനിയിപ്പോൾ എന്താണ് സിദ്ധുവിൻ്റെ ഉദ്ദേശം? അവളെ ഇവിടെ കൊടുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്താനൊന്നും നിൽക്കണ്ട, ഒന്നല്ലെങ്കിൽ സിദ്ധുവിൻ്റെ എന്നങ്ങ് പറഞ്ഞു. എന്താ നീ പറഞ്ഞു വന്നത്? ഭാര്യയാണെന്നോ? ഞാൻ അവളെ ഭാര്യയായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള സ്വഭാവമുള്ള അവളെ വെറുതെ വിട്ടാൽ നാളെ അവൾ ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കും, അതുകൊണ്ട് അവളോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് ഞാൻ അടങ്ങൂ, അതുവരെ നിങ്ങളും കൂടി ഇവിടെ ഉണ്ടാവണം. അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ? അപ്പോഴേക്കും ചന്ദ്രയും റൂബിയും കൂടി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയണേ, നീ പണയം വെച്ചില്ലേ ബാങ്ക്, ആ ബാങ്കിലേക്ക് വാ. എന്ത് സിദ്ധു പറയുന്നത്? അതേടി, നീ പ്രേമേച്ചയുടെ മാല മോഷ്ടിച്ച് പണയം വെച്ചില്ലേ, ആ ബാങ്കിലുണ്ട് ഇപ്പോൾ ഞാൻ, ഇനിയിപ്പോൾ അവിടേക്ക് വരണം, നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, എന്നിട്ട് പോലീസിനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇവിടേക്ക് വരുത്തിക്കും, എന്താണ് വേണ്ടത് എന്ന് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അതോടുകൂടി ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഞാൻ മോഷ്ടിച്ചതാണെന്നുള്ളത് ഇപ്പോൾ സിദ്ധു അറിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ റൂബി ചോദിക്കുകയാണ്, എന്തിനാണ് സിദ്ധു പറഞ്ഞത് നമ്മളോട് ആ ബാങ്കിലേക്ക് വരാൻ? ബാങ്കിലേക്കോ? എന്തിന്? ഞാൻ അവിടെ സ്വർണം പണയം വെച്ചില്ലേ ആ ബാങ്കിലേക്ക്, അതിനെന്തിനാ ഞാൻ അവിടേക്ക് വരുന്നത്? നീ ചോദ്യം ചെയ്യാതെ എന്നോടൊപ്പം വാ. അപ്പോൾ നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ അത് മോഷ്ടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ അതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല, അപ്പോൾ അത് നിൻ്റെ മാലയല്ലേ എന്ന് ചോദിക്കുമ്പോഴും നീ കൂടുതൽ ചോദിക്കാതെ എന്നോടൊപ്പം ഒന്ന് വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ആ ബാങ്കിൻ്റെ അവിടേക്ക് ചെല്ലട്ടെ. അപ്പോഴാണ് ദേവികയും മനോഹരനും കൂടി ഇറങ്ങി വരുന്നത്. അപ്പോൾ ദേവിക പറയണേ, നീ ഇത്തരക്കാരിയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മനോഹരൻ പറയണേ, നിന്നെക്കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു, പക്ഷേ അത് കുറേ കാലമായി നീ ഇപ്പോൾ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കും, അത് പൂർണ്ണമായി നീ ഇത്തരക്കാരിയാണെന്നുള്ളത് ഞങ്ങൾ ആരും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞ് മനോഹരനും ദേവികയൊക്കെ ചന്ദ്രയെ കുറ്റപ്പെടുത്തി പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സിദ്ധു അവിടേക്ക് വരികയാണ്. അങ്ങനെ ദേവികയും മനോഹരനും കൂടി പോവാൻ ഒരുങ്ങുമ്പോൾ സിദ്ധു പറയാണ്, ഇപ്പോൾ തന്നെ പോവല്ലേ, നിങ്ങൾക്ക് ഇവിടെ ചിലരുടെയൊക്കെ മുഖം മൂടി പിച്ച് ചീന്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറയണം. അങ്ങനെ റൂബിയുടെ മുന്നിൽ വെച്ച് ചന്ദ്രലേഖ പ്രേമേച്ചിയുടെ മാല മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ റൂബി അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ സിദ്ധു എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞത് കേട്ടപ്പോൾ റൂബിക്ക് തന്നെ നാണക്കേടാവാണ്. അങ്ങനെ സിദ്ധുവും ദേവികയും മനോഹരനൊക്കെ പോയി കഴിഞ്ഞ ശേഷം റൂബി പറയണേ, ഇനി നിന്നോടുമായിട്ട് ഒരു കൂട്ടുകെട്ടും ഞാനില്ല, നിന്നോടൊപ്പം കൂട്ടുകൂടിയാലേ എനിക്ക് കൂടി അത് ദോഷം ചെയ്യും, നീയും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് പറഞ്ഞ ആ സ്ഥലത്തേക്കാണ് ഇനി റൂബി ചെല്ലുന്നത്. അങ്ങനെ റൂബിയോട് സ്നേഹത്തിലൊക്കെ സംസാരിക്കുകയാണ്, നല്ല പാവത്തിൻ്റെ പോലെ ശരത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ റൂബിക്കും ശരത്തിനുമുള്ള ചായ കൊണ്ടുവരികയാണ് കേട്ടോ ശരത്ത്. എന്നിട്ട് ആ ചായ കുടിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ റൂബി ചോദിക്കുകയാണ്, അല്ല നീ എങ്ങനെയാണ് നടേശൻ സാറിന് വിഷം ചേർത്തത്, നീ ഏത് വിഷമാണ് ചേർത്തത് എന്നൊക്കെ ചോദിക്കുക. അതിപ്പോൾ അറിയണമെന്നുള്ളത് റൂബി മാഡത്തിന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊരു രസമല്ലേ, നീ എന്താണ് ചെയ്തത്, നീ ഏത് വിഷമാണ് നീ ചേർത്തത്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് അത് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ മേഡവും ഈ ചായ കുടിക്കുന്നുണ്ടല്ലോ, ഇതിലും ഞാൻ അതുപോലെ വിഷം ചേർത്തിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി റൂബി അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ റൂബിയെയും ശരത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും ശരത്ത് കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ദേവികയും മനോഹരനും കൂടി വരുന്ന വഴിക്ക് വെച്ച് ശരത്ത് മനോഹരനെ തട്ടിക്കൊണ്ടു പോവാണ്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.